നീണ്ടകരയിൽ ഗൗതം കൃഷ്ണയ്ക്കായുള്ള തെരച്ചിൽ 10ാം ദിനവും തുടരുകയാണ്. നാവികസേനയും കോസ്റ്റ് ഗാർഡും ഒക്കെ സംയുക്തമായാണ് തിരച്ചിൽ നടത്തുന്നത്. എന്നോടൊപ്പം ചേരുന്നത് ഗൗതം കൃഷ്ണയുടെ അമ്മയാണ് രേഷ്മ. ഈ ഏറെ നാളത്തെ ആവശ്യമായിരുന്നു ഈ ഒരു നാവികസേനയുടെ ഒരു സാന്നിധ്യം, അവരുടെ ഒരു പരിശോധന വേണമെന്ന്. അപ്പോൾ അത് ഇന്നു മുതൽ ആരംഭിച്ചിരിക്കുകയാണ്. അതെ, നമ്മൾ അന്ന് കോസ്റ്റൽ സ്റ്റേഷനിൽ പോയപ്പോൾ തൊട്ടുള്ള നമ്മുടെ ആവശ്യം നേവിയുടെ കപ്പലും നേവിയുടെ ഹെലികോപ്റ്ററുമായിരുന്നു. അപ്പം നമുക്ക് ഹെലികോപ്റ്ററിനൊരു പറഞ്ഞിരുന്നല്ലോ, അപ്പോൾ ആ ഒരു സാങ്കേതിക തകരാറും പരിഹരിച്ചിട്ടുണ്ട്. സുരേഷ് ഗോപി സാർ എന്നെ വിളിച്ചിരുന്നു. അത് ഇന്ധനം നിറയ്ക്കുന്നതിനുള്ള സൗകര്യം നമുക്കിവിടെ തന്നെ ചെയ്യുന്നതിനുള്ള കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. പിന്നെ രാത്രിയോടുകൂടി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു കപ്പൽ NS കൽപ്പേനി എത്തിയിട്ടുണ്ട്. രാത്രിയോടുകൂടി വിളിച്ചിട്ട് പറഞ്ഞു രാവിലെ തിരച്ചിലിന് വേണ്ടിയിട്ട് കപ്പലെത്തും. അങ്ങനെയുള്ള സൗകര്യങ്ങളും കൂടെ നമുക്ക് 2 സൗകര്യങ്ങളും കൂടെ ചേർത്തിട്ടുള്ള തിരച്ചിൽ ഇന്നത്തെ ദിവസം തൊട്ട് നമുക്ക് ഇത്ര ദിവസം എന്നല്ല, കിട്ടുന്നത് വരെയാണ് എല്ലാവരുടെയും ഒരു എഫേർട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. പിന്നെ ബാക്കി നമുക്ക് സാഹചര്യം ഇടപെടൽ എപ്പോഴും ഉണ്ടായിരുന്നോ? അതെ, നമ്മൾ ഈ പ്രൊട്ടസ്റ്റിന് പോയപ്പോഴാണ് എനിക്ക് തോന്നുന്നു ഒരു വാർത്താ പ്രാധാന്യം വന്നതെന്ന് തോന്നുന്നു. അപ്പോൾ അത് സ്പോട്ടിൽ തന്നെ സാർ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് എന്നോട് പറഞ്ഞു അന്വേഷണം നടക്കുന്നുണ്ടല്ലോ, നമുക്ക് വെയിറ്റ് ചെയ്യാം മീൻസ് അന്വേഷണം നടക്കുകയല്ലേ, അപ്പോൾ അത് എന്താണെന്ന് അതിൻ്റെ ഒരു റിസൾട്ട് നോക്കിയിട്ട് നമുക്ക് ബാക്കി കാര്യം എനിക്ക് അദ്ദേഹം ആ സമയത്ത് തന്നെ ഉറപ്പ് തന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അന്വേഷണം കുറച്ചും കൂടെ ഊർജിതമായി നടക്കുന്നുണ്ട്. പക്ഷേ എങ്കിലും എനിക്ക് ഈ പിന്നെ സാർ എന്നെ കോൺടാക്റ്റ് ചെയ്തപ്പോഴത്തേക്കും ഞാൻ ഈ ആവശ്യം പറയുകയുണ്ടായി. അതോടുകൂടി പിന്നെ തുടരെ എന്നെ കോൺടാക്റ്റ് ചെയ്യുകയും സമാധാനിപ്പിക്കുകയും വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു തരികയും ചെയ്തു. ഞാൻ വളരെയധികം നന്ദി. ഞാൻ അത് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്ര നന്ദി ഞാൻ അറിയിക്കുന്നു അദ്ദേഹത്തെ. കടൽ ഇന്ന് ശാന്തമാണെന്നാണ് അറിയാൻ സാധിച്ചത്. അപ്പോൾ തിരച്ചിൽ അതിൻ്റെ ഭാഗമായിട്ട് തന്നെ നടക്കുന്നുണ്ട്. സ്ക്യൂബ ഡൈവേഴ്സ് എല്ലാം ഇറങ്ങുന്നുണ്ട്. അപ്പം ഇങ്ങനെ ഒരു സാഹചര്യം ഇനി ഒരാൾക്കും ഉണ്ടാവരുത് എന്നുള്ള കാര്യമാണല്ലോ നേരത്തെ തന്നെ പറഞ്ഞത്. അതായത് ഈ വകുപ്പിലുണ്ടാകുന്ന ചില നിസ്സംഗത അത് ഇങ്ങനെ തുടരുന്നത് മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം ആശങ്ക തന്നെയാണ്. അതെ, നമ്മൾ ആവശ്യപ്പെടുന്നത് നമ്മൾ ചോദിക്കുന്നത് എന്താണെന്ന് കേൾക്കാതെയാണ് നമുക്ക് വേണ്ടിയിട്ടുള്ള മറുപടി പോലും വരുന്നതെന്ന് വെച്ചാൽ, കാരണം ഞങ്ങൾ മത്സ്യത്തൊഴിലാളികളുടെ ഉന്നമനമല്ല ആഗ്രഹിക്കുന്നത്, ഞങ്ങളുടെ സംരക്ഷണമാണ്. അതായത് ഞങ്ങളെ ഉയർത്തിക്കൊണ്ടുവരുമെന്നല്ല ഞങ്ങൾ ആവശ്യപ്പെടുന്നത്, ഞങ്ങൾക്ക് വേണ്ട സംരക്ഷണം തരാനാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. ഞങ്ങൾക്കറിയാം ഞങ്ങൾക്ക് അധ്വാനിക്കാനുള്ള മനസ്സും ശരീരവും ഞങ്ങൾ അതുപോലെ പാകപ്പെടുത്തി നല്ലതുപോലെ കഠിനാധ്വാനം ചെയ്യുന്ന ആളുകളാണ് ഞങ്ങൾ. അപ്പം ഞങ്ങളെ ഉന്നമനത്തിലേക്ക് കൈ പിടിച്ചുയർത്തുക എന്നുള്ളതല്ല ഞങ്ങളുടെ ആവശ്യം. ഞങ്ങൾക്ക് വേണ്ടുന്ന സംരക്ഷണം തരേണ്ടത് സർക്കാരാണ്. അത് ഏത് സർക്കാർ ഭരിച്ചാലും, നമുക്ക് രാഷ്ട്രീയമല്ല നമ്മളവിടെ പറയുന്നത്. നമ്മൾ പറയുന്നത് അതാണ് ഉൾക്കൊള്ളാൻ ഞാൻ പറയുന്നത്. കാരണം നമ്മളിത് പറയുമ്പം നമ്മൾക്കെതിരെ നിന്ന് പറയുന്നത് നമ്മൾ രാഷ്ട്രീയവൽക്കരിക്കുന്നതാണ്, ഒരിക്കലുമല്ല. നമ്മളെ എല്ലാവരോടും അപേക്ഷിക്കുന്നത് ഞങ്ങളുടെ സംരക്ഷണം, അതായത് വർഷാവർഷമുള്ള ഈ കുരുതി കൊടുപ്പ്, ഈ കൂട്ടക്കുരുതിക്ക് ഒരു അറുതി വേണം. ഞങ്ങൾ അത് മാത്രമാണ് ആവശ്യപ്പെടുന്നത്. ഞങ്ങളുടെ ഇനി അങ്ങോട്ടുള്ള ആവശ്യം, കാരണം ഈ വർഷത്തോടു കൂടി ഇത് നിൽക്കട്ടെ. കാരണം ഇനി ഒരു ദുരന്തം ഉണ്ടാവാതെ അല്ലെങ്കിൽ ഇനി ഒരു കുരുതി ഉണ്ടാവാതെയും വേണ്ടുന്ന ഒരു സംരക്ഷണമാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടേണ്ടത്. അല്ല ഞങ്ങളെ സമൂഹത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുമെന്നല്ല ഞങ്ങൾ മുറവിളി കൂട്ടുന്നത്. ഞങ്ങൾക്ക് വേണ്ടുന്നത് സംരക്ഷണം. അത് അടിസ്ഥാനപരമായ സംരക്ഷണം ഒരുക്കാൻ ഞങ്ങൾക്കല്ല സാധിക്കുന്നത്, ഭരണകൂടത്തിന് മാത്രമേ സാധിക്കൂ. അപ്പോൾ അത് ഏത് ഡിപ്പാർട്ട്മെൻ്റ് ആണോ അത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത് വർഷത്തിൽ അതിന് വേണ്ടുന്ന വിപുലീകരണം നടത്തി നമുക്കത് എത്തിച്ചു തരും. തീർച്ചയായും അതുതന്നെയാണ്, ആ സംരക്ഷണം തന്നെയാണ് അവർ ഓരോരുത്തരും ആവശ്യപ്പെടുന്നത്. കാരണം മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം അവർ കടലിൽ പോയി അധ്വാനിക്കുന്നവരാണ്. അധ്വാനിക്കുന്ന ആ വിഭാഗത്തിന് വേണ്ട സഹായങ്ങളും സംരക്ഷണങ്ങളും ചെയ്യുവാനാണ് ഫിഷറീസ് വകുപ്പുള്ളത്, ഈ ഭരണകൂടമുള്ളത്. എന്തായാലും അവർ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യങ്ങൾ അത് കൃത്യമായി നടപ്പിലാക്കാൻ അല്ലെങ്കിൽ അവരുടെ സംരക്ഷണം ഒരുക്കുവാൻ ഈ അധികൃതർക്ക് കഴിയണം. അതുതന്നെയാണ് ഒരു അമ്മയും ആവശ്യപ്പെടുന്നത്. ബിജു പരൂരിനൊപ്പം എം മനോജ്, ജനം, കൊല്ലം.